എന്താണ് മൊബൈൽ ഫോണിൽ കുറെ നേരമായല്ലോ. നമുക്ക് വന്ന കുറെ മെസ്സേജ് ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് മെസ്സേജ് നോക്കിയിട്ട് ഉം. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറെ ആണോ? മെസ്സേജ് ഒക്കെ കണ്ടപ്പോ എന്താണെന്നറിയോ, നമ്മുടെ കുറെ വീഡിയോസ് കാണുമ്പോൾ കുറച്ച് പേർക്ക് കേട്ടോ നമുക്കൊരു ഒരു 100-200 കമന്റ്സ് വരികയാണെങ്കിൽ അതിൽ 2-3 പേര് അതിന്റെ താഴെ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മള് കുറെ ആയി ഇതിനൊക്കെ റിപ്ലൈ തരണം എന്ന് വിചാരിക്കുന്നത്, നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു ചെറിയ സങ്കടം പിടിച്ചതാണല്ലേ? ഒരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോ എന്താ പറയാ, അതില് മെസ്സേജ് ആ മെസ്സേജിലേക്ക് ഒന്ന് വായിക്കേ. മെസ്സേജ് ഞാൻ പേരൊന്നും വായിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, കുറച്ച് ആൾക്കാർ തന്നെയാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനത്തെ മെസ്സേജ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ നെയിം ഒന്നും വായിക്കുന്നില്ല അല്ലേ. കാരണം അവരും നമ്മുടെ പ്രേക്ഷകരാണ്, കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അതിനുള്ള മറുപടി തരണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് തരാൻ നമ്മൾ ഇന്നൊരു ഫ്രീ ആയതല്ലേ ദിനേട്ടാ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു നമ്മുടെ മെസ്സേജിന് വന്ന വീഡിയോക്ക് വന്ന മെസ്സേജ് ഇതാണ്: മകനെയും മരുമോളെയും ഒഴിവാക്കി മോളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള അങ്ങനത്തെ അതാണ് ആ കണ്ടന്റ് കേട്ടോ. കറക്റ്റ് ഞാൻ പറഞ്ഞില്ല, കാരണം ഒരുപാട് ഹേർട്ട് ചെയ്ത കുറച്ച് മെസ്സേജസ് ഒക്കെയാണത്. ഇതൊക്കെയാണ് സംഭവങ്ങൾ അതിൽ വരുന്ന ഇത്. അപ്പോ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല്, മോനെയും മരുമോളെയും ഒന്നും ആരും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഞാൻ പറയല, ഞാൻ വിചാരിച്ചത് അവരുടെ കാര്യങ്ങളൊന്നും അല്ലെ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അപ്പൊ വേറെ ഒന്നും അല്ല. ഇപ്പോ എന്റെ ബ്രദർ കുറച്ച് ദിവസം മുമ്പ് ശിവരാത്രിക്ക്, അതായത് ശിവരാത്രി ആയിരുന്നല്ലോ റീസെന്റ് കഴിഞ്ഞത്, അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും അവനെല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോയി. നമ്മുടെ ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ കുറച്ച് പേര് പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷെ വീട്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവൻ തിരിച്ച് പാലക്കാടേക്ക് പോയതാണ് കേട്ടോ. പിന്നെ അവരുടെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അമ്മയെ കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവര് നല്ല കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ വാ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ അതിലുണ്ടാവും. അതുപോലെ വ്ളോഗ് ചെയ്യുമ്പോൾ അമ്മ ഞങ്ങളുടെ വ്ളോഗിൽ നിൽക്കുന്നു പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അമ്മ അതിലുണ്ടാവും. പക്ഷെ രണ്ടുപേരും 2 സ്ഥലത്താണുള്ളത്. ഇത് ശരിക്കും പ്രോപ്പർ ഞങ്ങൾ ടൗണിലാണ്. പിന്നെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. തിരുവങ്ങൂരാണ് അച്ഛനും അമ്മയും എൻ്റെ ബ്രദറും വൈഫും എല്ലാവരും താമസിച്ചിരുന്ന വീട് അവിടെയാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടന്ന് 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് അമ്മ രാവിലെ ഒരു 500 രൂപയുടെ ഓട്ടോ ഉണ്ടല്ലോ ഇതിനായിട്ട്, ഓട്ടോ ചാർജ് അത്രയും കൊടുത്തിട്ടാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ, അമ്മയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റും. കാരണം അമ്മയുടെ വീഡിയോ അമ്മ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങളാണ് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, വീഡിയോ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരാണ് അമ്മ കൂടെ നിർത്തി ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അവര് പല സീരിയലിലും ഇതിനിടെ സിനിമയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് ചാൻസ്. അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരാള്. അപ്പൊ അവന്റെ ഡേറ്റുള്ള സമയത്ത് അമ്മയോട് പറയും ഞാൻ ഇന്ന ദിവസം വരാം. അപ്പൊ അമ്മ അവരെ വെച്ച് ചെയ്യും. പിന്നെ വേറൊരാള് ബാങ്ക് എംപ്ലോയി ആണ്. അപ്പൊ അവരും ഫ്രീ ആയുള്ള ദിവസങ്ങളിലാണ് അവരും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ 1-2 വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ എഡിറ്റ് ചെയ്യാനൊക്കെ അമ്മ ഇങ്ങോട്ട് വരും. പിന്നെ അവരില്ലാത്ത ദിവസങ്ങളിൽ അമ്മയ്ക്ക് വീഡിയോ ഇടണ്ടേ. ഇപ്പൊ ബ്രദറും വൈഫും ഒന്നും അടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ വർക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോ അമ്മ എന്തിനാ ഇവിടെ വരണം, അമ്മ എന്തിനാ എന്തോ യുവി ഡിസ്റ്റർബ് ആയി. അതിനിടയ്ക്ക് യുവി വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടി ബ്രേക്ക് ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പോകുക അല്ലെ ഇതിനായിട്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1 സീന് 2 സീനൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യാൻ ഇഷ്ടമല്ല. അമ്മ പറയും എനിക്ക് ആകില്ല, നിങ്ങളുടെ പിള്ളേരടക്കി വന്നിട്ട് ഞാൻ ആ കഷ്ടപ്പെടുകയാണെന്ന് പറയും. പക്ഷെ അമ്മ നിർത്തിയോടുണ്ട്. അമ്മയ്ക്ക് അവര് അവിടെ ഇപ്പൊ അവരില്ലേ അമ്മന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അവരിപ്പോ 1-2 വീഡിയോസ് ചെയ്തു കൊടുത്തു. പിന്നെ അവര് ബിസി ആയി അവരുടെ വർക്കൊക്കെ ആയിട്ട്. ഇനി അവര് ഫ്രീ ആകുമ്പോൾ അമ്മയോട് പറയാം അമ്മ ഞങ്ങൾ ഇന്ന ദിവസം ഫ്രീ ആണ്, അപ്പൊ അവര് വരും. അങ്ങനെയാണ്. അപ്പൊ അതുവരെ അമ്മ ഞങ്ങളുടെ കൂടെ ഞങ്ങളാണ് ആക്ട് ചെയ്ത് കൊടുക്കുക, വർക്ക് ചെയ്ത്. അമ്മയുടെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്തത്, അമ്മയുടെ ഫോണാണ് കേട്ടോ. അപ്പം ഒരു 12:30 ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തംബ്നെയിൽ ചെയ്ത് കൊടുക്കണം. അമ്മ ഇവിടെ ഉണ്ട്, അമ്മ കിച്ചണിലാണ്. ഇത്ര നേരം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുത്ത അമ്മയ്ക്ക് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, അത് നിർത്തിയിട്ടാണ് ഞങ്ങൾ അമ്മയ്ക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്തത്. കാരണം അമ്മ ഇന്നലെ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് അമ്മ പോയി. ഒരു 7 ഇന്നലെ 8 മണിക്കല്ല അമ്മ ഇവിടുന്ന് പോയത് രാത്രി. അമ്മ ഇവിടെ നിൽക്കില്ല, കാരണം അമ്മയുടെ വീട്ടിൽ അമ്മയ്ക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മ രാവിലെ നേരത്തെ 4:30 എഴുന്നേൽക്കണം. പിന്നെ മെഡിറ്റേഷൻ, കുറെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കൊരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഡിസ്കിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ പറയില്ല എന്താ അമ്മ ഇങ്ങനെ നടക്കണെന്ന്. കുറെ പേര് അതിനും നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുന്നത്, അത് നടക്കുന്ന അമ്മയുടെ കാലിന് കുറവൊന്നും അല്ല. അമ്മയ്ക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് കാല് നല്ല നീരൊക്കെ വെച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് വീട്ടിൽ പോകണം. എന്നും രാവിലെ അമ്മ അവിടെ ആയിരിക്കും. അപ്പൊ ഇന്നലെ 8 മണിക്കാണ് ഇവിടുന്ന് പോയത്. ഇന്ന് രാവിലെ ഒരു 9 മണിക്കാണ് തിരിച്ചെത്തിയത് കേട്ടോ.
അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഞാൻ ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ എഡിറ്റിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. 12:30 അപ്പൊ അതിന്റെ തംബ്നെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ചിങ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നു, മക്കള് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം. എന്തോ അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. എന്റെ ചെലവിലല്ല അമ്മ കഴിയുന്നത്, എന്റെ ബ്രദറിന്റെ ചെലവിലും അല്ല. ദേ ആർ വർക്കിംഗ്. അവര് വർക്ക് ചെയ്ത് കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്റെ അച്ഛനാണെങ്കിലും കല്യാണത്തിന് മുമ്പ് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ടീച്ചറാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല സേവിങ്സും ഏണിങ്സും ഒക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അച്ഛൻ എന്നോട് പറയും, മോളെ ഒരു 100 രൂപ എന്തെങ്കിലും ചെയ്ത് തരുമോ ചോദിക്കും. അപ്പൊ ഞാൻ അതിനെന്താ ചോദിക്കുന്നത്, 100 കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്കൂളിലേക്ക് ജോലിക്ക് പോണതിന് മുമ്പ് അച്ഛൻ പറയുന്നത് കേട്ടോ, ഇന്നലെ വാങ്ങിയ 100. പക്ഷെ അതിനാച്ചാ അങ്ങനല്ല, അതല്ല അതിന്റെ ഒരു ശരി. അങ്ങനെയാണ് എൻ്റെ പാരൻസ്. അപ്പൊ അവരെയാണ് ഇങ്ങനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണു ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അവര് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്നതാണ്. അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്റെ ബ്രദറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്നെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവര് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. അവരെ വർക്കിന് വേണ്ടിയാണ് അവർ വരുന്നത്. അവരത്രയും ഹാർഡ് വർക്കിംഗ് ആണ് ഈ ഒരു ടൈമിലും. അപ്പൊ എന്റെ ബ്രദർ കുറച്ച് മുമ്പ് തന്നെ അവൻ ഇവിടെ ഉള്ള ടൈമിൽ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ പോകുട്ടോ, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഷോപ്പിലേക്ക്, അച്ഛന് ഷോപ്പുണ്ട്, അപ്പൊ അമ്മയും പോയിക്കും. അപ്പൊ അമ്മയ്ക്ക് അതൊരു വളരെ വിഷമമാണ്. കാരണം ഇത്രയും അമ്മ നല്ല ടാലന്റഡ് ആണല്ലോ. അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നില്ല, ചിലർ പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് അതിന് എവിടെ ഉണ്ടാവും കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ. അപ്പൊ അമ്മ വർക്ക് നന്നായിട്ട് ഇഷ്ടമാണ് അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യും മോളെ, ഞങ്ങൾ എന്നാലും വീഡിയോ ചെയ്യട്ടെ, വ്ളോഗ് ചെയ്യട്ടെ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അമ്മ പറയും. അപ്പൊ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്നു, നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച സമയത്താണത്. അപ്പൊ അമ്മ പറഞ്ഞു, ഞങ്ങള് ഹെൽപ്പ് ചെയ്തോളാം. അങ്ങനെ ചാനൽ തുടങ്ങി, ചെയ്തു. ബ്രദറാണ്, അവനാണ് ആദ്യം എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഇവിടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ, അല്ലേ ദിനുവേട്ടാ? പിന്നെ അവര് ബ്ലോഗ് ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ പോകണം, എപ്പോഴും എന്ത് കണ്ടന്റ് ആ കിട്ടുക. അപ്പൊ അമ്മയ്ക്ക് കുറെ ഫോർച്യുനേറ്റ്ലി നമ്മൾ ഇങ്ങോട്ട് വന്നു, കാരണം അത് നമ്മുടെ പേഴ്സണൽ മാറ്ററിന് വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങള് സ്റ്റേ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്ക് അമ്മ ചാനൽ തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് അമ്മേന്റെ കൂടെ നിൽക്കണം എന്നുള്ള വിചാരിച്ചിട്ടല്ല വന്നത്. ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് കുറെ കഴിഞ്ഞിട്ടാണ് അമ്മ ചാനൽ തുടങ്ങിയത് അല്ലേ. ആ സമയത്ത് എന്റെ ബ്രദറും പോയിട്ടില്ല, അവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളും സ്റ്റേ ചെയ്യണം എന്നുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പൊ അമ്മ പറയും, നിങ്ങളായിട്ട് അങ്ങനെ പറയും, നിങ്ങളെ നിർത്തി ചിലപ്പോ ദൈവം. പക്ഷെ നമ്മളിവിടെ വന്ന കാര്യത്തിന് സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ലീവ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് പോരാ അല്ലെ, അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ അതിന് വേണ്ടിട്ട് നിന്നേ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ സെറ്റിൽ ആയോന്ന് വെച്ചില്ലല്ലേ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എന്റെ ബ്രദർ പറഞ്ഞു, അമ്മ ഞാൻ ഒരു 6 months ഒക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു പോകില്ലേ, പിന്നെ ഈ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാ എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം നടത്തുന്ന പോലെയാണ് ഓരോ. ഞങ്ങളിങ്ങനെ കുറച്ച് ഇല്ലേ ദിനുവേട്ടാ, കുറെ കാര്യങ്ങൾ ഞങ്ങളിപ്പോ കുറച്ച് നിൽക്കും. അത് എത്രയാണെന്ന് ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് അത് ഇങ്ങനെ ഒരു ഉപകാരമായി. അതിനുവേണ്ടി ഞങ്ങൾ ഇനി കുറ്റം പറയരുത്, നിങ്ങൾ പിടിച്ചു നിർത്തി അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ അമ്മയെ സ്ക്രീനിൽ കാണും. അതിന്റെ കൂടെ വന്നാണ് പെങ്ങള് കാരണം ആങ്ങളെയും നാത്തൂനും വീട് വിട്ട് പോണ്ട വന്നു. അതെ, ബുജുവാന്റെ ബർത്ത്ഡേന്റെ 2 ദിവസം മുമ്പ് വിഷുവില് വന്നു. അവനും ഇവിടെ ഉണ്ടായിരുന്നു. ബുജുവാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രദറും സന്ധ്യയും എന്റെ ബ്രദറും ഒക്കെ രാത്രി വന്നു. ഇല്ല ദിനുവേട്ടാ, ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറയാ, കുട്ടികളെയൊക്കെ ഞങ്ങൾ 3 പിള്ളേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടാ. അപ്പൊ അവര് മേലെ ചെന്ന് കുട്ടികളെയൊക്കെ എൻഗേജ് ചെയ്തു. നമ്മൾ എല്ലാരും കൂടി വ്ലോഗ് എടുക്കാൻ വിചാരിച്ചതായിരുന്നു അല്ലേ, പക്ഷെ നടന്നില്ല. ഷൂട്ടിംഗ് കാരണം ഷൂട്ടിങ്ങിന്റെ തിരക്കാണ് നടന്നില്ല. അത് ഷൂട്ട് ചെയ്ത് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുറെ ടൈം അതിന് പോകും. നമ്മൾ ഷൂട്ടിംഗ് ആണല്ലോ, നമ്മൾ മെയിൻ ആയിട്ട് വെബ് സീരീസ് അല്ലേ ചെയ്യുന്നത്. അതിനുശേഷം എന്റെ ബ്രദറിന് ഞാൻ ഈ കമന്റ് ഒരാൾ കമന്റ് ചെയ്തു, എല്ലാം മോക്ക് കൊടുത്തിട്ട് മോനും മരുമോളെ ഇറക്കി വിട്ടു നോക്കാം. അപ്പൊ എനിക്ക് വിഷമമായി. ഞാൻ എന്റെ അനിയനെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. അപ്പൊ അവന് ചേച്ചി ഒരു കാര്യം ചെയ്തോ, അവൻ അന്നേരം ഹൈലൈറ്റ് മോളിൽ നിൽക്കുക രാത്രി 9:30. എന്നോട് പറഞ്ഞു, ഞാൻ വരാ ചേച്ചി, സിനിമ എന്തോ കാണാൻ വേണ്ടിട്ടാ നിൽക്കുന്നത്, ഒരു 11:30 ആകുമ്പോൾ ഇവിടെ എത്തിക്കോട്ടെ, കാരണം എനിക്ക് നെക്സ്റ്റ് ടൈം പാലക്കാട് പോകാനുള്ളതാണ്. അപ്പൊ ഞാൻ രാത്രി 11:30 നമ്മളിങ്ങനെ പിള്ളേരെ വെച്ച് ഇങ്ങനെ കാത്തിക്കണ്ടേ, ഹേവിക്കുട്ടിന് പിറ്റേ ദിവസം സ്കൂളിൽ പോകണം. ഞാൻ അത്ര റിസ്ക് എടുത്തിട്ട് വരണ്ട മോനെ, നീ ഒരു കാര്യം ചെയ്തു, നെക്സ്റ്റ് ഡേ വാ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ എന്നെ വിളിക്കുന്നത് ഒരു 9:30 വിളിച്ചു. അത് ഉഴിച്ചലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മസാജിങ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ദൂരെയാ, ബാലുശ്ശേരിയില്ല. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരാം, എന്നിട്ട് പാലക്കാടേക്ക് പോവാ. പറഞ്ഞു, എന്തിനെത്ര റിസ്ക് എടുക്കണേ, ജീവാനയും വെച്ചിട്ട് ഇനി ഇവിടെ വന്ന് അല്ലേ. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം, ഒരു മസാജിങ് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി എത്രമാത്രം എക്സോസ്റ്റഡ് ആകുന്നു. എന്നിട്ട് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തണം, അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ബ്ലോഗ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പിന്നെ 2 months കഴിഞ്ഞാലേ വരും, എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, സാരമില്ലടാ, കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇതിന് വന്നു, ശിവരാത്രിക്ക് വന്ന അച്ഛൻ്റെ അമ്മൻ്റെ ഒപ്പം അവരുണ്ടായിരുന്നു. പക്ഷെ
ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് കുറച്ച് ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ, അതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, അവര് പോയി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോയില് അവരില്ല. അത് നമ്മൾ ബിലാസ്പൂർ ആയിരുന്നപ്പോ എല്ലാവരും അവിടെ ആയിരുന്നല്ലേ, അപ്പൊ എല്ലാ വീഡിയോയിലും അവരുടെ വീഡിയോയിൽ നമ്മളുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിൽ അവരുണ്ടായിരുന്നു. കുട്ടീന്റെ ആ ടൈമിൽ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നു. അതെ അതെ, അതിനു മുമ്പ് നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു. പക്ഷെ നമ്മൾ മാത്രമേ വീഡിയോ ചെയ്യാം. ഞാൻ തന്നെയാണ് അമ്മറോടൊക്കെ ചെയ്തോണ്ട്. അത് മാത്രമല്ല, ആ ടൈമില് സുജിത്തും സന്ധ്യ അമ്മയൊക്കെ ഇവിടെയാണ്, നമ്മൾ ബിലാസ്പൂരിലാണ്. അപ്പോ നമുക്ക് ഇവരുടെ എന്തെങ്കിലും സീൻസ് വേണമെങ്കിൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും. അതേപോലെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ടൈമിൽ എല്ലാവരും വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യണ്ടായിരുന്നല്ലേ. ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ഇപ്പൊ കുറച്ചുകൂടി അവര് തിരക്കിലായില്ലേ. ഇപ്പൊ വെച്ചാൽ ഇവിടെ ഹേവക്കുട്ടൻ സ്കൂള്, അത് കഴിഞ്ഞ് അവന് ബാഡ്മിന്റൺ ക്ലാസ് ഉണ്ട്. സ്കൂൾ കഴിഞ്ഞ് വന്നതും ബാഡ്മിന്റൺ ക്ലാസ് പോകണം, പിന്നെ സ്കേറ്റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവൻ. പിന്നെ യുവിന്റെ പുറകെ അതാണ്. ഇപ്പൊ അവള് വരും. ഞാൻ തമിഴിൽ ഇട്ടിട്ടില്ല അതിന്റെ ഇടയ്ക്ക് കേട്ടോ. അമ്മ ചോദിക്കാനോട് എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത്, ഞാൻ അമ്മയ്ക്ക് എങ്ങനെയാണെന്നറിയോ, അമ്മ വരും, വന്നിട്ട് അമ്മയുടെ വീഡിയോ ഇൻ കേസ് നമ്മൾ പിള്ളേരെ കുറെ വിളിച്ചപ്പോൾ അയ്യോ എന്റെ ദിവസം പോയല്ലോ, അപ്പൊ ഞങ്ങൾ ഇൻ കേസ് എനിക്ക് വയ്യമ്മ എന്ന് ഷൂട്ടിംഗ് നടക്കും തോന്നില്ല, എന്റെ പൊന്നു മോളെ എന്താണ് എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു പോകണം, ഞാൻ ഓട്ടോ പിടിച്ചു പോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് അമ്മ എന്ന് വെച്ചാല് അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ. പനിയാണെങ്കിലും എനിക്ക് എന്റെ ഷൂട്ട് ചെയ്യണം, എന്റെ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ദിവസം പോയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ വെറുതെ ഇങ്ങനെ താമസിക്കാൻ വേണ്ടി വരുന്നതല്ല, അങ്ങനെ നിൽക്കില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയണം തോന്നി. കാരണം ഇങ്ങനെ പുറത്താക്കി ഇതായി എന്നൊക്കെ പറയുമ്പോ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, അവരെ ആവശ്യങ്ങൾക്കാണ് പോയത്. ഇപ്പൊ അച്ഛനും അമ്മേന്റെ കൂടെ തന്നെ അവർ നിൽക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് ഇതിനുമായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഉണ്ടാവൂലേ, അവരതിന് പോവില്ലേ. അപ്പൊ അവര് വീഡിയോക്ക് അമ്മ വാ കൂടെ വാന്ന് പറഞ്ഞാല് അവര് പോകും കൂടെ. ഇൻ കേസ് ഞങ്ങൾ സീന് വേണ്ട അമ്മ നിങ്ങൾ ചെയ്തു, അമ്മ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് പോയാലും അങ്ങനെ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഒരുമിച്ചൊരു വീഡിയോ എല്ലാവരും കൂടി ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നില്ല, പലരും ആ സമയത്ത് നമ്മളൊക്കെ ബിസിയാണ്. അതിനങ്ങനെ പിന്നെ അവരെപ്പോഴാ വരണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അങ്ങനെ സീൻ ഒരാൾക്ക് വേണ്ടി എടുത്തു വെക്കാനും പറ്റില്ല അല്ലെ. അതെ അതെ അതെ, നമ്മൾ വേറെ വീഡിയോസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ വെച്ചിട്ട് ചെയ്യാനുള്ളത്. അതൊക്കെ പെൻഡിങ്ങിലായി. പിന്നെ ഷാജഹാനില്ലേ അമ്മന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടർ ഉണ്ട്, അവന് വെച്ചിട്ട് നമ്മൾ ചെയ്തു, പക്ഷെ അവന് ഡേറ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പൊ ആരും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടോളൂ. സ്റ്റോറിക്ക് നെഗറ്റീവ് കമന്റ് നമുക്ക് സന്തോഷമാണ്, ഇവളെ അങ്ങനെയൊക്കെ പറഞ്ഞ സന്തോഷം. പക്ഷെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇടുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ റിയൽ ലൈഫ് ആണോ? നമ്മുടെ റിയൽ ലൈഫ് അല്ല. നമ്മള് കഥകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഫോൺ ചെയ്തിട്ട് കുറെ പേര് പറയും, ഇന്ത്യ എന്ന് മാത്രമല്ല പല കൺട്രിയിൽ നിന്നും വിളിച്ചിട്ട് പറയാറുണ്ട് അല്ലെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, എന്റെ ലൈഫ് എങ്ങനെയാണ്, ഒന്ന് ചെയ്തു തരുമോ. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ചിലപ്പോൾ ഹസ്ബൻഡ് കോളില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അയച്ചു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. വേറൊരു കാര്യം എന്താണെന്നറിയോ, ചില വീഡിയോസ് കാണുമ്പോൾ അത് ഞാൻ പറയട്ടെ ഇതിനായിട്ട്, കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കാൻ പിന്നെ ഇങ്ങനത്തെ കഥകളൊന്നും ഉണ്ടാവില്ല, ഇവരുടെ ഫാമിലി നടക്കുന്ന കഥകളാന്ന് പറയും. അപ്പൊ നമ്മള് അങ്ങനെ കുറെ പേര് നമുക്ക് അവരുടെ റിയൽ സ്റ്റോറി അയച്ചു തരും, എന്നിട്ട് നമ്മളോട് ഒന്ന് ചെയ്യോ. പക്ഷെ അവരുടെ ലൈഫിലെ മുഴുവൻ ഇവന്റും അതുപോലെ ഇട്ടാൽ നിങ്ങൾ പോലും വിശ്വസിക്കില്ല ഇതൊക്കെ ഇന്ന് നടക്കണ കാര്യമാണോ. കുറെ പേര് ഇപ്പൊ ഞങ്ങള് ഒരു സ്ത്രീധനത്തിന്റെ സ്റ്റോറി ഇട്ടെന്ന് വിചാരിക്കും. സ്ത്രീധനമൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന സ്റ്റോറീസ് ആണ്. അപ്പൊ നമ്മൾ ആ കണ്ടന്റ് നമ്മുടേതായ രീതിയിൽ ഇടുമ്പോ ചോദിക്കും, അയ്യോ ഇന്നൊക്കെ ഉണ്ടോ സ്ത്രീധനം. ചിലപ്പോ നെക്സ്റ്റ് തലേന്ന് വല്ല സ്ത്രീധനം കൊണ്ടുള്ള ഇഷ്യൂ കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോഴായിരിക്കും നമ്മൾ ചോദിക്കും ഓക്കെ ഇതൊരു ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കും. നിങ്ങൾ പേപ്പർ വായിക്കാത്ത 1-2 പേരുണ്ടോ, അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കുറെ പേരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ തന്നെ അനുഭവിച്ച് അറിയണമെന്നൊന്നുമില്ല, മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും, ഇതൊക്കെ ഏത് കാലഘട്ടം എന്ന് ചോദിച്ചാല് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് നോക്കും. വേറെ കാര്യം എന്താ പറയുക, നമ്മള് സ്റ്റോറിന്റെ അടിയിൽ കമന്റ് ഇട്ടോളം നിർബന്ധമില്ല. കുറെ പേര് അത് റിയൽ ആണ്, അതും അങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കമന്റ് ഇടാറില്ല, പക്ഷെ നിറയെ മെസ്സേജ് കിട്ടുന്നുണ്ട്. നമ്മള് ഭാഗം വെപ്പ് ചെയ്തപ്പോ പറയട്ടെ, അത് നമ്മൾ എവിടെ നിന്ന് ഉഗാണ്ട എന്നായിരുന്നു, ഉഗാണ്ട അല്ല ആഫ്രിക്കൻ കൺട്രി ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെ എന്റെ വീട്ടിൽ വന്ന പോലെ സ്റ്റോറി ചെയ്തേന്ന് ചോദിച്ചു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് അങ്ങേര് എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, എങ്ങനെയാണ് അത്രയും ഫീല് കിട്ടിയത്, ഇത് ഞാൻ തന്നെയാണല്ലോ നിങ്ങളെന്ന്. അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ഇട്ടൊരു വീഡിയോ. അതുപോലെ മോളെ വീട്ടിൽ വന്നിട്ട് അമ്മായിയമ്മ ഇങ്ങനെ ഒരു 28-നൊക്കെ വന്നിട്ട് ഗോൾഡൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു എന്നുള്ള അങ്ങനത്തെ പതയൊക്കെ ഉണ്ടാവും. നമ്മൾ എറിഞ്ഞൊന്നും ചെയ്തില്ല, അതൊക്കെ അവരുടെ ലൈഫിൽ നമ്മൾ അത്രയും. നിങ്ങൾ പറയും
ഓ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഹോറിബിൾ, വിശ്വസിക്കില്ല, ഇത് കണ്ടിട്ടാണ് അമ്മായിമ്മ പോര് ഉണ്ടാകുന്നത്. അല്ല, അമ്മായിമ്മ പോര് നടക്കണ കണ്ടിട്ടാണ് നമ്മൾ സ്റ്റോറി ചെയ്യുന്നത്. ഒരു അമ്മായിമ്മ മോളുടെ കുട്ടീന്റെ 28-ന് പോയിട്ട് സ്വർണം എറിഞ്ഞു കൊടുത്തു അല്ലേ? അപ്പൊ പക്ഷെ ആ ഒരു പീസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എടുത്തില്ല കേട്ടോ ആ സ്റ്റോറിയിൽ. കുറേ സ്റ്റോറി ഉണ്ട്, അവർ ഒരുപാട് പേര് കേട്ടോ. അതൊരു 10-20 എപ്പിസോഡ് കൊണ്ടുകൊണ്ട് വരും കംപ്ലീറ്റ് ആവണമെങ്കിൽ. പക്ഷെ പ്രേക്ഷകർ വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞു പിന്നെ ഇതൊക്കെ ഹോറിബിൾ, ഇത് കുറച്ച് ഓവറായിട്ടൊക്കെ പറയും. ഇതൊന്നും ഓവറല്ല, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഒരുപാട് പേര് എക്സ്പീരിയൻസ്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളോട് ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടുകാരൊന്ന് കണ്ണ് തുറക്കട്ടെ, ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഓക്കെ, പക്ഷെ ഇത്രയും നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്, അമ്മായിമ്മ പോരും സ്ത്രീധന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു കാണുമ്പോഴെങ്കിലും മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ 1-2 പേര് ഇത് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാവും, ഇത് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാകില്ല. കാരണം ഇറ്റ്സ് ഹാപ്പനിങ്. ഞാൻ ബ്രദറിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പോയതാണ്. ഇനിയിപ്പോ ഇങ്ങനെ എന്താ പറയാ, ഞാൻ അതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മളുടെ ഫാമിലി തെറ്റി പിരിഞ്ഞ് ബ്രദർ ഒരു വഴിക്ക്, പെങ്ങള് വേറെ സ്ഥലത്ത്. ഞങ്ങൾ വന്ന ശേഷം ഞങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അവർ ഞങ്ങളോട് മുമ്പേ ഷെയർ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോയിൽ കാണാത്തെന്താ വെച്ചാൽ എന്താ പറയാ, അമ്മയോട് പറഞ്ഞതാണ് അവൻ, അമ്മ ഒരു കാര്യം ചെയ്തോ, ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞ് പോകും, നിങ്ങൾ ചെയ്തോളൂ, കുറച്ച് കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞു. ആ സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നു, ചാനൽ തുടങ്ങുമ്പോൾ. എന്റെ ബ്രദർ തന്നെയാണ് എഡിറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇതിനിടെ തുടക്കത്തിൽ വ്ളോഗൊക്കെ, കാരണം അവർ അവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോയിലേക്ക് കയറിയത്. ഇതിനോട് പറഞ്ഞു അമ്മയ്ക്ക് നല്ല കഴിവുണ്ടല്ലോ, അമ്മ നല്ല നല്ല സ്റ്റോറീസ് അവന് പറഞ്ഞു കൊടുക്കും. അത് ഇല്ലേ 2ാം ഘട്ടമൊക്കെ അമ്മ പറഞ്ഞു കൊടുത്ത സ്റ്റോറിയാ, അത് കുറെ പേര് അത് തന്നെ കണ്ടന്റ് ചെയ്തു. അതിനുശേഷം പിന്നെ തുരുതുരാന്ന് കുറെ പേരുടെ അത് വേറൊരു കാര്യമാണല്ലേ, നമ്മുടെ അമ്മയുടെ 2ാം ഘട്ടം. ഇതിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, അത് നമ്മള് ചെയ്ത കണ്ടന്റ് നമ്മള് സ്റ്റോറി കിട്ടാൻ വേണ്ടി ഏകദേശം 2 ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം, എന്നാലും സ്റ്റോറി കിട്ടുക. അപ്പൊ അത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയും ഇത് നിങ്ങൾ അതൊന്ന് കോപ്പി ചെയ്തല്ലേ, അങ്ങനെ കോപ്പി ചെയ്തല്ലോ കേട്ടോ. അങ്ങനെ നമ്മുടെ കുറെ കണ്ടന്റ് വേറെ ഇതിലും ഒരുപാട് അവള് കണ്ടിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു തുടക്കത്തിൽ. അത് എന്റെ ഒരു ഫേസ് കൂടിയായിരുന്നു. ഇതിനോട് ഓഫീസ് പോകും, അപ്പൊ ഞാൻ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ചെയ്യും. അതിലാണ് ശരിക്കും അവൻ പറഞ്ഞു ചേച്ചി ഇത് ക്ലിക്കായി മില്യനായി. ഒരുപാട് പേര് വിളിച്ചു, നല്ല ടോപ്പിക്. അതൊക്കെ പറയുമ്പോ അത് പിന്നെ കുറെ പേര് അങ്ങനെ ചെയ്തു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അമ്മ അവിടെ കുക്കിങ്ങിലാണ്. ഞാൻ വീഡിയോ പബ്ലിക് ആക്കിയിട്ടില്ല, 12:43 നമ്മ പബ്ലിക് ആക്കല്ലേ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പൊ അമ്മ ഇതിനാണ് ആക്കിയിട്ടുണ്ട്. അപ്പൊ തംബ്നെയിൽ കൊടുക്കണം. അപ്പൊ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. അത് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തംബ്നെയിൽ കൊടുക്കണം, മ്യൂസിക് കൊടുക്കണം, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പാലക്കാട് പോയിട്ട് വീഡിയോ ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവിടെ പോയിട്ട് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമോ വീഡിയോസ്? അവർ ഇവിടെ വരുമ്പോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ ചെയ്യും, പക്ഷെ അവർ അവരുടെ വർക്കിൽ ബിസി ആയിരിക്കും. അവരുടെ സ്റ്റോറി കൊണ്ടാണ് അവർ വരിക അല്ലെ ഇതിനായിട്ട്. അവർ ചെയ്യും, അച്ഛനും അമ്മയ്ക്ക് അവരുടെ സ്റ്റോറീസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പോണത്. ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ കുറെ പേര് പറഞ്ഞു ഞങ്ങള് അമ്മേനെ ചിക്കൻ ബിരിയാണി അമ്മ മോൾക്ക് വേണ്ടി പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായില്ലേ. ഞാൻ അവനോടും പറഞ്ഞു അമ്മയോടും പറഞ്ഞു ഇങ്ങനെ മെസ്സേജ് ആണ്, എനിക്ക് വിഷമമാന്ന്. എന്തൊക്കെയോ അമ്മ ഞങ്ങൾക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ഇല്ല 1-2 പേര് കേട്ടോ. മനസ്സിലാക്കാണ്ട് ഒരാളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അല്ലെ. ഞാൻ ആരും കുറ്റമല്ലോട്ടെ പറയണേ. വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ശരിക്കും അങ്ങനെയൊന്നും എന്ത് കൊടുക്കാനാ? എന്നാലും നോക്കുക അവർക്ക് എന്തിനാ ഒരു സാരി എടുത്തു കൊടുത്തു. അമ്മ പറയും ഞാനൊരു സാരി എടുത്തു കൊടുത്തേ. അപ്പൊ അമ്മ എന്തെന്ന് അറിയാം, നെക്സ്റ്റ് ഇയർ വരുമ്പോൾ ഇതിനേട്ടാ സാരി തിരിച്ചു കൊടുക്കൊണ്ട് എനിക്ക് വേണ്ട കേട്ടോ. ഇങ്ങനെയാണ് ഇവര് പറയാം. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടില്ലേ നമുക്ക്. അതാണ് ഞാൻ എന്തിനാണ് ഇവന്റെയും വേണ്ട അവന്റെയും വേണ്ട. ഇപ്പൊ സത്യം പറയാന്ന് വെച്ചാ ഞാൻ രണ്ടാളുടെ ഇല്ലാട്ടോ, ഇവരുടെ ഇല്ല അവരില്ല. എന്താ എന്റെ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു ഇവരിവിടെ ഇരുന്നത്. ഇവരിവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വീട് ഇല്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. അത് എന്റെ മോൻ നല്ലപോലെ അറിയാം. ഭയങ്കര ഡിപ്രഷൻ ആയിട്ട് അവൻ സത്യം പറഞ്ഞ. അപ്പൊ അവൻ ചോദിച്ചു ഞാൻ ഗൾഫിൽ പോയപ്പോ അമ്മ ഒറ്റയ്ക്ക് ഇരുന്നില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല ഞാൻ വേഗം വീട്ടിൽ സുഖം രാവിലെ നേരത്തെ പോകും. ഞാൻ വേഗം വീട്ടിലെ പണിയൊക്കെ ഒരുക്കി ചോറ് കൊടുത്ത് 12:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഷോപ്പിലേക്ക് പോകും. എന്നിട്ട് ഞാൻ സുഖം കൂടി രാത്രി പിന്നെ 12 മണിക്കൊക്കെയാണ് തിരക്കുള്ള സമയത്ത് തിരിച്ചു വരുന്നത്. 10 മണി 11 മണിയൊക്കെ രാത്രി തിരിച്ചു വരുന്നത്. ഇവര് ഡൽഹിയിലായിരുന്നു, മോൻ ഗൾഫിലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് എന്തോ ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം ഇവരിവിടെ നിന്നത്. അതാണ് ഇപ്പൊ എനിക്ക് വീഡിയോ ഇടാനും ഞാൻ വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നത് ഇവരോടുള്ള കാരണം. വന്നപ്പോ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. എന്താ ഇപ്പൊ കഴിഞ്ഞത്
ശിവരാത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എന്റെ മോൻ 2-3 ദിവസം ലീവ് എന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവനും കൂടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കുറെ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ കുറെ കണ്ടിട്ടുണ്ടാവും. അമ്പലത്തിൽ പിന്നെ കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളുടെയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയാ, അവനൊരു പോകണം തോന്നി പോയി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതിപ്പോ പിന്നെ ഒരു കാര്യമാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയോ, നമുക്കിപ്പോ വീട് ഒരു സ്ഥലത്താന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ താമസിച്ചോളണം ജീവിച്ചോളണം എന്ന് നിർബന്ധമില്ലല്ലോ. അതാണ് പറയുന്നത്. പലയിടങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മൾ വീട് വേറെ സ്ഥലത്ത് വാങ്ങാം, അപ്പൊ അവിടെ താമസിക്കും. അതെ, നമുക്ക് അവിടെ വീടും സ്ഥലവും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വയനാട് വീടുണ്ടായിട്ടും ഇവിടെ കിച്ചണിലെ സാധനം അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ നല്ല ബിസിയാ. അപ്പൊ ഞങ്ങളുടെ അമ്മ ഇവിടെ ഉള്ളത് ഞങ്ങൾ സെയിം പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ സെയിം പ്രൊഫഷൻ. അതെ, എനിക്ക് ഇവരില്ലാണ്ട് പറ്റില്ല. ഞങ്ങളുടെ അമ്മ ഒരുപാടുള്ള എന്താ വെച്ചാൽ അമ്മ എന്ന് വെച്ചാൽ തോട്ടത്തിലുള്ള ഇതിനുവേണ്ട ചായ കാപ്പി അത് ഇതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയും ഞങ്ങൾ വരം മക്കളെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്മയെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അമ്മ ഓരോന്ന് പറഞ്ഞു. ഇപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാപ്പിന്റെ സീസൺ അല്ലേ, അപ്പൊ കാപ്പിയൊക്കെ പറിച്ച് ഉണങ്ങി അപ്പൊ അതൊക്കെ നോക്കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോ ഞങ്ങൾ പറഞ്ഞു നാളെ തന്നെ വന്നു. അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് കാപ്പി ഉണ്ട് മേലെ പറിച്ചിട്ട്. ശരിയാണ്, അത് ഉണങ്ങട്ടെ, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വിളിച്ചപ്പോ പറഞ്ഞു കുറച്ച് പേര് അത് പറിച്ചുകൊണ്ട് പോയിട്ട്. അതെ അതെ, അവിടെ ചേച്ചിന്റെ വീട്ടിലും പോയപ്പോഴേ കറക്റ്റ് റോഡ് സൈഡാണ് നമ്മുടെ ലാൻഡ് വരുന്നത്. കറക്റ്റ് റോഡ് സൈഡാണ്, കറക്റ്റ് ഷാർപ്പ് റോഡ് തന്നെയാണ്. അപ്പൊ അത് കാപ്പിയൊക്കെ പറിച്ചോണ്ട് പോണു. 2 മരത്തെ കാപ്പി മൊത്തം കൊണ്ടുപോയി. അപ്പൊ ഇനി വിഷമാണ്, ഇനി നിന്നാലേ ഇവിടെ നിന്നാലേ അവിടുത്തെ അമ്മ വേറെ കുറച്ച് പണിക്കാരൊക്കെ വെച്ച്. പിന്നെ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതൊക്കെ അമ്മയും കാണുന്നുണ്ടാവും കേട്ടോ. അമ്മയും എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും എന്ന് പറയാം. അപ്പൊ തന്നെ അമ്മ പറയും ഞാൻ പക്ഷെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ, വരാറുണ്ട്, വരില്ലാന്നല്ല. അപ്പൊ അല്ല അമ്മ പറയലുണ്ട് എന്നോട്, നിങ്ങൾ കോഴിക്കോടാണെങ്കിലും ഞാൻ വരും. ഇല്ല ഇതിനേട്ടാ ബിലാസ്പൂരും ഡൽഹിക്കാണെങ്കിൽ എന്നെ ക്ഷണിച്ചേക്കരുത്, വിളിച്ചേക്കരുത്, ഞാൻ വരില്ല. അപ്പൊ അമ്മ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നതിനേക്കാളും എനിക്ക് കോഴിക്കോട് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ട് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പച്ചപ്പ് നിന്നിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയും ഇവിടുത്തെ അമ്മയും എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. കാരണം ഞങ്ങള് ജോയിന്റ് ഫാമിലി ആഗ്രഹിക്കുന്ന ആൾക്കാരാ. അപ്പൊ നമ്മള് ബിലാസ്പൂരിലായിരുന്നപ്പോ എല്ലാരും വന്നപ്പോ വളരെ സന്തോഷമായിരുന്നു അല്ലെ. ഞങ്ങൾക്കൊരു എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് ഗ്രാൻഡ് ആയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നമുക്ക് എല്ലാ സമയത്തും അതല്ല, നമുക്ക് എന്നൊരു സന്തോഷത്തിലിരിക്കാം. പക്ഷെ ചിലവര് വിചാരിക്കും സെപ്പറേറ്റ് മാറണം. അല്ല, എല്ലാ ടൈമിലും ഒരേ സിറ്റുവേഷൻ ആയിരിക്കില്ല. ഓരോരുത്തർക്കും പല പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോ ഇവിടെ നിന്നാൽ അവന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവനുണ്ട്, അവൻ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിൽക്കണം. ബിലാസ്പൂരിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ ശരിയായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എരുമാടുന്ന അമ്മയാണെങ്കിൽ അമ്മ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ബിലാസ്പൂരിലേക്ക് തിരിച്ചു പോകും. പക്ഷേ നമ്മളൊരു 22 ഇയേഴ്സ് കഴിഞ്ഞു അല്ലേ. ഇതിനുവേണ്ടി 22 വർഷമായി പുറത്ത്. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക്. ഞാൻ കല്യാണം കണ്ട് 10 years ആയിട്ട് നാട്ടിലില്ല. അപ്പൊ ഇപ്പോഴാണ് ഇവിടെ ഉള്ളത്. അത് എന്റെ വീട്ടിന്റെ അടുത്ത് പോയി ഞങ്ങൾ നിൽക്കില്ല. കാരണം അതൊരു വില്ലേജ് ടൈപ്പാണ്. കുറെ ഫെസിലിറ്റീസ് സൗകര്യങ്ങളുള്ള സ്ഥലം നിൽക്കാന്നുള്ളതാണല്ലോ കുട്ടികൾക്കും ഇതിനുവേട്ടാ. അതുകൊണ്ട് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഹേവ് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സിറ്റിയിലാണ് വളർന്നത്. പിന്നെ അതേപോലെ ആ ഫെസിലിറ്റി, അവന്റെ ആക്ടിവിറ്റി ക്ലാസ്സുകള് അല്ലെ. ഇപ്പൊ ഒരു എക്സാം ഉണ്ട്, ഇനിയിപ്പോ അതിന് കൊണ്ടുപോകും. നമ്മള് ഒരു സ്റ്റോറി ഇടുമ്പോ ആ സ്റ്റോറിന്റെ ഫീഡ്ബാക്ക് എന്താന്നുള്ളതാണ് നിങ്ങളുടെ കമന്റ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ മെസ്സേജാണ്. സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. അതിപ്പോ നമ്മള് സാധാരണ എത്ര ആൾക്കാർ ചെയ്യണം, അമ്മായിയും മരുമോളൊക്കെ. പക്ഷെ അത് കണ്ടിട്ട് എന്താണെന്നറിയോ, അത് കണ്ടിട്ട് ഒരുപാട് പേര് മാറി എന്നുള്ള മെസ്സേജ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അവർക്ക് മാറ്റം വന്ന ഒരു ലൈഫ് തന്നെ മാറി എന്നൊക്കെ. ഡെയിലി ഓരോരുത്തർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വിചാരിക്കേണ്ട, നിങ്ങളുടെ കണ്ടന്റ് ഭയങ്കര ഇഷ്ടമായി, അത് കാരണം ഞാൻ വിളിച്ചതാണ്. ഡെയിലി കാണുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഇന്ന് വ്ളോഗിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ ഹാപ്പി വേവ്സ് വ്ളോഗ് ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അതില് നല്ലൊരു അവയർനെസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഹാപ്പി ആൻഡ് കൂൾ കാണുന്ന കുറെ പേരിലേക്ക് ഹാപ്പി വേവ്സ് വ്ളോഗ് എത്തുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് നല്ല നല്ല മെസ്സേജ് കിട്ടിയാലേ ഇതിനുവേട്ടാ. ഇത്രയും നല്ല ഒരു വീഡിയോ ആണ്, 100 മാർക്ക് തരുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ നല്ല കമന്റ് ചെയ്ത വീഡിയോ ആണ്. അതൊന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഹാപ്പി വേവ്സ് വ്ളോഗിലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്രേക്ക് ആയി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യുവിനെ ഉറക്കിയതാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അമ്മ പോയി, അമ്മേന്റെ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പൊ അമ്മയുടെ വീഡിയോയും വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അമ്മ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് നമ്മളും പുറത്തേക്ക് പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ മറന്നുപോയത് പറയാൻ അല്ലേ, ഓർമ്മയുണ്ടോ?
ഓക്കെ ഓക്കെ. കുറെ പ്രേക്ഷകര് നമ്മളെ വീഡിയോസ് കാണുന്ന കുറെ പേര് നമുക്ക് ഫോൺ ചെയ്തിട്ടും അല്ലാണ്ട് മെസ്സേജിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കുന്നത് കണ്ട്, പേഴ്സണൽ മെസ്സേജിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസിൽ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ചാൻസ് തരുമെന്ന്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിൽ ചാനലിലുണ്ട് നമ്മുടെ നമ്പർ. ചാനലിലുണ്ട്. അതെ, ചാനലിലുണ്ട്. പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും. അതിലേക്ക് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കാം. അല്ല, ഇതിനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം. ഇത് കോഴിക്കോട് ആയതുകൊണ്ട് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കും കുറച്ചുകൂടി, അവർക്കും കുറച്ചുകൂടി സുഖമാണ്, നമുക്കും സുഖമാണ്. കാരണം വീഡിയോ കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചു പോകാലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലും വ്ളോഗിലൊക്കെ വരാം അല്ലേ? അടുത്ത വീഡിയോയിലും വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. വ്ളോഗ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇതുപോലെ നമ്മളെ തേർഡ് ടൈമിലാണ് നമ്മൾ ഓക്കെ പറയാമെന്ന് വിചാരിച്ചു. അതെ, നമ്മൾ മെസ്സേജിലൂടെ കൊടുക്കണ്ട, നമ്മൾ മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചതാണ് അല്ലേ? ആ മെസ്സേജിനൊക്കെ റിപ്ലൈ ഒരാളിലേക്കൊക്കെ അല്ലേ എത്തൂ. അതെ, അതുകൊണ്ടൊക്കെയാണ് വ്ളോഗിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് 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 നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യണം അല്ലേ? അതെ, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. എന്നാ ശരി. ഓക്കെ.